കയറിയില്ല. എന്നാലും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിലോ എന്ന് തോന്നിപ്പോകുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന വിധത്തിൽ നിങ്ങൾ പെരുമാറുന്നതും ആ സ്നേഹം കാണിക്കുന്നതും സത്യം പറഞ്ഞാൽ അതാണ് ശരിക്കുള്ള ക്രൈസ്തവ സ്നേഹം. അത് ഞാൻ നിങ്ങളെ പ്രത്യേകമാണ്. നിങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിട്ട കാണുമ്പോൾ അച്ഛനെ കുർബാന ചൊല്ലുന്നില്ല അതൊക്കെ ചോദിക്കുമ്പോഴുള്ള സന്തോഷം അത് വളരെ വലുതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളോടൊപ്പം റെസിഡൻസിലുണ്ട് അച്ഛൻ സിൽവാർദ സഭയുടെ പ്രവൃത്തിയാണ്. അച്ഛനോടെ തന്നെയുള്ള കണ്ണൂരി കുർബാന ചൊല്ലുന്നു. ലിയോറും 5 അച്ഛന്മാരി സർവീസ് ചെയ്യുന്നു. നമ്മുടെ യുവച്ചനെയും കൂടെയുള്ള ഗാനേശനെയും ജ്യോതിഷയുടെ സുഹൃത്തുക്കളാണ്. സന്ധ്യയും നമ്മുടെ വിഷ്ണുമാരും ഇവിടെ വിഷ്ണു എപ്പോഴും പറഞ്ഞ കാര്യം, നിങ്ങൾ എത്തി കമ്മിറ്റികൾ അതാത് രീതികൾ അതാത് ഭാഷകളിൽ നിങ്ങൾക്ക് കുർബാന ചൊല്ലാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ നമ്മളെല്ലാവരും ഒരു യൂണിറ്റിയാണ്. അതായത് ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങൾ അച്ഛന്മാരെ ഒരിക്കലും പഴക്കം കൂടാൻ പോകത്തില്ല. അതുകൊണ്ട് നിങ്ങളും ആ ഒരു യൂണിറ്റിക്ക് ഒന്നാണെന്നുള്ള ബോധത്തിൽ കഴിയുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവരുടെ സിസിലയിൽ പ്രത്യേകിച്ച് അത് കാണാറുണ്ട്. നിങ്ങൾ കാപ്പോ ഒരു വീട് അങ്ങനെ ഒരു കൂട്ടായ്മ എപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മൾ 2 കമ്മിറ്റി കുർബാന ക്രമീകരിക്കുമ്പോൾ പരസ്പരം സഹകരിക്കാനും, അതുപോലെ അച്ഛനോടി പറഞ്ഞു നമുക്ക് ഓണം പറയുമ്പോൾ ഒരുമിച്ച് നടക്കും. ഓണം മതി. കുർബാന ഒരു ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു രീതിയുടെ പേരിൽ നമ്മൾ പലപ്പോഴും വ്യത്യസ്തമായി ചെയ്ത് പഠിച്ച ബാക്കി കാര്യങ്ങൾ നമ്മുടെ കൾച്ചറും നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെയാണ്. ആ രീതി എപ്പോഴും ആ യൂണിറ്റി ഫോളോ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. സന്ധ്യ പറഞ്ഞതുപോലെ ഇന്ന് പാപ്പയുടെ ദിനമാണ്. പാപ്പ നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിലായി നിർവചനായി ആ സമയം നമ്മളിവിടെ തീർച്ചയായിട്ടും ദൈവാലയം ഉണ്ടാവും. ഒരിക്കൽ കൂടി അഭിനന്ദ പിതാവിനെ നന്ദിയോടെ പാവ പിതാവിനെ തിരികെ വന്നറിഞ്ഞോണ്ട് കൈയോടെ എടുത്തില്ല. അത് പിതാവ് വലിയൊരു ദൗത്യമായിട്ട് കാണും. അത്രയും ഒരു തീഷ്ണത കാണിക്കുന്നത് പിതാവ് യുവച്ച് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും Grazie Padre Pollo, lo faccio molto volentieri. Lo faccio molto volentieri perché innanzitutto voglio ringraziare il Signore perché ci ha dato la gioia oggi di vivere insieme questa celebrazione eucaristica, ma voglio dire grazie a Sua Eccellenza Reverendissima. Grazie per la Sua presenza, grazie per essere qui in mezzo a noi, grazie per aver ricevuto questa celebrazione eucaristica, una celebrazione eucaristica in tempo di Pasqua, una celebrazione eucaristica nella giornata in cui il Santo Padre celebra la sua prima messa di inizio mandato a servizio di tutta la Chiesa universale. Ma voglio ringraziare perché attorno alla mensa eucaristica ogni barriera cade, non ci sono numeri, non ci sono divisioni. Attorno alla mensa del Signore, attorno alla mensa della Sua parola, tutti
attenzione verso la Chiesa di comunità, perché sono persone che rappresentano quella Chiesa del bambino, sono persone che rappresentano una Chiesa che ha bisogno di essere attenzionata, una Chiesa che ha bisogno di essere aiutata. E allora ci affidiamo alle sue preghiere, però allo stesso tempo diciamo che anche noi preghiamo per il suo mandato di vescovo, ma anche per il suo mandato di vescovo delegato all'Ecclesia. Ancora grazie, Signore. Santino per essere venuto e partecipato a Santa Messa. Non mi vorrei titolo del deciso. അഭിനന്ദിക്കാതെ വൈദികരെ ഡി.കെ. സന്ധിയോ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ബാഴ്സലോണയിൽ നമ്മൾ ദിവ്യബലി തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇതിനകം തന്നെ യൂറോപ്പിന്റെ മൈഗ്രൻസ് കമ്മീഷന്റെ ചുമതലയുള്ള അഭിനന്ദിയ സെബാസ്റ്റ്യൻ തെക്കച്ചേരി പിതാവ് ഇറ്റലിയിൽ വന്നു ഉടനെ തന്നെ സിസിലിയിലേക്ക് ഇത്രയും ദൂരം താണ്ടി വളരെ ത്യാഗമുഖമായി നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുകയും നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. ഇടയിലില്ലാതിരുന്ന നമുക്ക് നല്ലൊരു ദിവ്യബലി അർപ്പിക്കുവാനുള്ള സാഹചര്യവും ഇടയനേയും ലഭിച്ചു. അതിനവസരം ഒരുക്കി തന്നത് പ്രിയ ബഹുമാനപ്പെട്ട തെക്കച്ചേരി പിതാവാണ്. അഭിനന്ദ പിതാവിന്റെ കരുതലോടെയുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള എല്ലാ സഹകരണങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായിട്ടും ബാർസലോണയിലെ മലയാളി സമൂഹത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കിവിടെ ദിവ്യബലി അർപ്പിക്കുവാൻ വൈദികരെ നൽകി നമ്മളെ സഹായിക്കുന്നത് ജാറയിലെ ഉസ്മാന ഫാദേഴ്സിന്റെ കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ സുപ്പീരിയറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജൂഡ് തദേവൂസ് അച്ഛൻ നമ്മോടൊപ്പം സഹകാർമ്മികനായി ദിവ്യബലി അർപ്പിച്ചു. അച്ഛന്റെ മഹനീയമായ സാന്നിധ്യത്തിന് പ്രാർത്ഥനകൾക്കും ഒത്തിരി നന്ദി. ഒപ്പം തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മോടൊപ്പം ആയിരിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്ന നാഷണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട പോൾ സന്യാസിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മൈക്കിനച്ഛനും നന്ദി അർപ്പിക്കുന്നു. സിസിലിയ റീജിയന്റെ മൈഗ്രൻസ് കമ്മീഷന്റെ ഡയറക്ടറായിട്ടുള്ള സന്ധ്യയോ നമ്മുടെ ഒരു മേട്ടനാണ്. ദിവ്യബലി തുടങ്ങാൻ വേണ്ട എല്ലാ സഹകരണങ്ങളും മെത്രാനിൽ നിന്നും വാങ്ങിത്തത് അദ്ദേഹമാണ്. പലവട്ടം നമ്മോടൊപ്പം ദിവ്യബലിക്ക് സന്നിഹിതനായിരുന്നു. ഇന്നും അദ്ദേഹം നമ്മോടൊപ്പം സന്നിഹിതനാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടും നന്ദി പറയുന്നു. ഒപ്പം തന്നെ മൈഗ്രൻസ് കമ്മീഷന് വേണ്ടി ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്റ്റെല്ലയ്ക്കും നന്ദി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ ദിവ്യബലി ഇന്ന് മനോഹരമാക്കി നല്ല പാട്ടുകൾ പാടി മനോഹരമാക്കി തീർത്ത പോയറ്റിനും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ദിവ്യബലി പങ്കെടുത്ത നിങ്ങൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ മലയാളി സമൂഹത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും നമുക്ക് ഒരുമിച്ച്